ഒരു ഹിസ്റ്റോറിക്കൽ കോമഡി കഥയാണ് കേട്ടോ കാണാനായി പോകുന്നത്. ട്രഡീഷണൽ വേൾഡിന്റെയും മോഡേൺ വേൾഡിന്റെയും ഇടയിൽ പെട്ടുപോകുന്ന നമ്മുടെ കഥാനായിക അവളുടെ ലൈഫിൽ സംഭവിച്ച രസകരമായ കാര്യങ്ങൾ അറിയാനായി 2021 റിലീസായ എംപറർ ഓർ ബോസ് എന്ന രസകരമായ ഒരു ചൈനീസ് കഥയിലേക്ക് കിടക്കാം. കഥ തുടങ്ങുന്നത് ഒരു ഫൈറ്റ് നടക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. ഫൈറ്റ് ചെയ്യുന്നവരുടെ വേഷം കാണുമ്പോൾ തന്നെ ഇത് ഇപ്പൊ നടക്കുന്ന ഫൈറ്റ് അല്ല, പണ്ട് പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ആരൊക്കെയോ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നതെന്ന് മനസ്സിലാക്കാം. അതിൽ ആ ചുവപ്പ് വസ്ത്രം ധരിച്ച് ഫൈറ്റ് ചെയ്യുന്ന ആളാണ് നമ്മുടെ കഥാനായകനായ മിങ്ഷി. മിങ്ഷിയുടെ കയ്യിൽ ഒരു ഡയറി ഉണ്ട്. അത് കൈക്കലാക്കാനായി മിങ്ഷിയുടെ സഹോദരൻ ആളുകളെ വിട്ടിരിക്കുകയാണ്. പക്ഷെ ആളുകളെയൊക്കെ മിങ്ഷി അടിച്ചിടുമ്പോഴേക്കും അവിടേക്ക് എത്തുന്ന അവന്റെ ചേട്ടൻ ആ ഡയറി തരാനായി പറയുന്നു. ഒരിക്കലും ഈ ഡയറി ഞാൻ തരില്ല എന്ന് പറഞ്ഞ് മിങ്ഷി ചേട്ടനുമായി ഫൈറ്റ് ചെയ്യുന്ന സമയം ആ ഡയറി കൈക്കലാക്കാനായി ചേട്ടൻ കയ്യിലുള്ള വാള് കൊണ്ട് മിങ്ഷി ആക്രമിക്കുന്നു. ആ സമയം ആ ഡയറിക്കകത്തേക്കാണ് ആ വാള് കയറി പോകുന്നത്. തുടർന്ന് വാള് വലിക്കുമ്പോഴേക്കും ഡയറി പൊങ്ങി പോവുകയും പെട്ടെന്ന് അതിൽ നിന്ന് ഒരു വലിയ വെട്ടം പുറത്തേക്ക് വരികയും ചെയ്യുന്നു. എന്താണെന്ന് മനസ്സിലാവാതെ ഇവർ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം. നോക്കാൻ സാധിക്കാത്തവർ പെട്ടെന്ന് കണ്ണുകൾ അടയ്ക്കുന്നു. പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ ബാവോയെയാണ്. ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ട് ഉറക്കത്തിൽ ബാവോ ഉണരുന്ന സമയത്താണ് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നവൾ മറ്റൊരു ഫോൺ അടിക്കുന്ന ശബ്ദവും കൂടി കേൾക്കുന്നത്. എനിക്കൊരു ഫോണല്ലേ ഉള്ളൂ, പിന്നെ ഏത് ഫോണിൽ അടിക്കുന്നത് മനസ്സിലാവാതെ അവൾ സൈഡിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ അവളുടെ കൂടെ കട്ടിലിൽ കിടക്കുകയായിരുന്ന മറ്റൊരാൾ എഴുന്നേറ്റ് ഫോൺ എടുക്കുന്നത്. അത് മറ്റാരുമല്ല, ബവോയുടെ ബോസ് ആയ വേ ആണ്. രണ്ടുപേരും ഇന്നലെ ഒന്നിച്ചാണ് അവർ കിടന്നുറങ്ങിയത് എന്ന കാര്യം അപ്പോഴാണ് അറിയുന്നത്. അതിന്റെ ഷോക്കിൽ അവർ കാറി കൂവുന്ന സമയത്താണ് എന്താണ് യഥാർത്ഥത്തിൽ ഇവർക്കിടയിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചതെന്ന ഫ്ലാഷ് ബാക്കിലേക്ക് നമ്മൾ പോകുന്നത്. ഇന്നലെ ബവോയുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ ദിവസം പോലും ഒന്ന് ഓഫ് എടുക്കാൻ സാധിക്കാതെ, റെസ്റ്റ് എടുക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരുന്ന് പണി ചെയ്യണമല്ലോ എന്നുള്ള നിരാശയിൽ അവളാകട്ടെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി നിരാശയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് ഒരു ഡയറി കിട്ടുന്നുണ്ട് അവിടെ നിന്ന്. ഇത് ആരുടെ ഡയറിയാണെന്ന് ആകാംക്ഷയിൽ അവളൊന്ന് എടുത്ത് നോക്കുമ്പോഴേക്കും ഈ ഡയറിയിൽ എഴുതുന്ന കാര്യങ്ങൾ റിയലായി നടക്കും എന്നതിൽ കുറിപ്പ് എഴുതിയിരിക്കുന്നത് കണ്ടവൾ ഒരു രസത്തിന് എനിക്ക് എന്റെ ബോസിനെ കണക്കുള്ള ഒരു ബോയ് ഫ്രണ്ടിനെ വേണം, കാണാൻ ബോസിനെ പോലെ വേണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് നടന്നൊന്നും അവൾക്ക് ഓർമ്മയില്ല. ഇപ്പോഴേ ഇങ്ങനെ ഒന്നിച്ച് ഒരു ബെഡ് ഇരിക്കുന്ന കാണുന്നവൾ ഒരുപക്ഷെ ആ ബുക്കിൽ എഴുതിയിരുന്ന കണക്ക് അതിൽ എഴുതിയത് കൊണ്ടാണോ റിയലായി ഇങ്ങനെ നടന്നിരിക്കുന്നതെന്ന് അവളാകെ അന്തം വിട്ടിരിക്കുന്നു. എന്തായാലും അവളാകട്ടെ അവിടെ നിന്ന് എണ്ണിക്കാൻ നോക്കുമ്പോഴും മറിഞ്ഞടിച്ച് വീട് ദേഹത്തേക്ക് തന്നെ വീഴുന്നുണ്ട്. ഓ, നല്ല സിപ്പാക്ക് ഒക്കെ ഉണ്ടല്ലോ എന്ന് മട്ടില് അവൾ ഒരു മിനിറ്റ് എല്ലാ കാര്യങ്ങളും മറന്ന് വേയെ തന്നെ വായി നോക്കുമ്പോൾ നീ എന്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വേ അവളെ തള്ളി മാറ്റുന്നു. ഇന്നലെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി ഇങ്ങനൊക്കെ സംഭവിച്ചതാ, പക്ഷെ അത് ഓഫീസിൽ അങ്ങനെ ചെന്ന് പറഞ്ഞാൽ നീ വിവരം അറിയുന്നു പറഞ്ഞ വേ ബവോയെ പേടിപ്പിക്കുന്നുണ്ട്. പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ ഡ്രിങ്ക്സ് അടിക്കുക, പാർട്ടി നടത്തുക, അത് കഴിയുമ്പോൾ ഇങ്ങനെ 1 നൈറ്റ് സ്റ്റാൻഡ് എന്ന രീതിയിൽ പതിവായി നടക്കുന്ന കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് അത് വലിയ സംഭവം ഒന്നും അല്ല. അങ്ങനെ എന്തെങ്കിലും ബവോ പിന്നീട് റെഡിയായി ജോലിക്ക് പോകുമ്പോഴാണ് അവരുടേതൊരു ഏജൻസി ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അവിടെയാണെങ്കിൽ അന്ന് വലിയൊരു പ്രശ്നം, അവരുടെ ഒരു പുതിയ ആഡിന്റെ ഷൂട്ടിങ്ങിനായി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആർട്ടിസ്റ്റ് എത്തിയിട്ടില്ല. അതിന്റെ ടെൻഷനിൽ ബവോ ഓടി നടക്കുമ്പോഴാണ് അവിടേക്ക് നമ്മുടെ മിങ്ഷിയുടെ വരവ്. മിങ്ഷി ആ ഫൈറ്റിംഗിന്റെ ഇടയിൽ ടൈം ട്രാവൽ സംഭവിച്ച് ഈ കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതൊന്നും ബവോയ്ക്ക് അറിയില്ലല്ലോ. അവന്റെ ആ വേഷമൊക്കെ കാണുന്ന അവൾ ഇവൻ പണ്ട് പുരാതന കാലത്ത് നിന്ന് ടൈം ട്രാവൽ ചെയ്ത് വന്നതാണെന്നത് മനസ്സിലാക്കാതെ ഈ ആഡ് കുറച്ച് ട്രഡീഷണൽ കോൺസെപ്റ്റിലുള്ള ഒരു ആഡാണ്, അപ്പൊ അതിനുവേണ്ടി വേഷം കെട്ടി വന്നിരിക്കുന്നതാണെന്ന് മറ്റില്ല ഇതാണ് ആർട്ടിസ്റ്റ് എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ചുറ്റിനുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് മിങ്ഷിക്ക് തോന്നുന്നത്. അവിടെ ഒരു ക്ലോക്കിൽ നിന്ന് അലാമിന്റെ സൗണ്ട് വരുമ്പോൾ പോലും അവൻ വളരെയധികം പേടിച്ച് വാളൊക്കെ എടുക്കുന്നുണ്ട്. അവൻ പേടിക്കുന്നതാണ്, അവൻ ഈ മോഡേൺ കാലഘട്ടത്തിലെ കാര്യങ്ങളൊന്നും അറിയാതെ ഇങ്ങനെ പേടിക്കുന്നതാണ് എന്നത് അറിയാതെ അവളാകട്ടെ ഇവിടെ ചുമ്മാ അഭ്യാസം കാണിച്ചതൊന്നും തട്ടിമറിച്ചിട്ടില്ല, വെളിയിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്നു പറഞ്ഞ് അവരിപ്പോൾ ഉള്ള ആ ഒരു സ്റ്റോർ റൂമിൽ നിന്ന് അവനോട് പുറത്തു പോകാനായി പറയുന്നു. അവളിപ്പോ ഇവിടേക്ക് വന്നത് ആ ഒരു ബുക്ക് എടുക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം അവൾ ഓർക്കാപ്പുറത്ത് ആ ഒരു വിഷ് എഴുതിയ ബുക്ക് ഉണ്ടല്ലോ, അത് തപ്പാനാണ്. അങ്ങനെ അതും എടുത്ത് അവൾ പോകാനായി നിൽക്കുമ്പോഴേക്കും തന്റെ ഡയറി അല്ലേ അവളുടെ ഇരിക്കുന്നതെന്ന് മിങ്ഷി തിരിച്ചറിയുന്നു. മിങ്ഷിയുടെ കയ്യിലുള്ള ഇതേ ഡയറിയാണ് അവനെ ടൈം ട്രാവൽ ചെയ്യിപ്പിച്ചതും, ഇതേ ഡയറിയാണ് വിഷ് എഴുതാനായി കഴിഞ്ഞ ദിവസം ബവോയ്ക്ക് കിട്ടിയതെന്നും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ എന്തെങ്കിലും അവൾ ആ ഡയറി കൊടുക്കാതെ അവനെ പറഞ്ഞു വിടാനായി നോക്കുമ്പോഴേക്കും അവൻ ആ വാൾ എടുത്ത് വീശുന്നു. അവൾ ലൈറ്റ് ആയി അതിലൊന്ന് തൊടുമ്പോഴേക്കും ഇത് ഒറിജിനൽ വാളാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പരസ്യത്തിൽ അഭിനയിക്കാൻ ഈ ഒറിജിനൽ പ്രോപ്പർട്ടിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ എന്തെങ്കിലും പരുക്ക് പറ്റിയാൽ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവൾ തർക്കിക്കുമ്പോഴാണ് ഇവൻ യഥാർത്ഥത്തിൽ ഒരു രാജാവാണ്, ടൈം ട്രാവൽ ചെയ്ത് വന്നതാണ് എന്ന കാര്യങ്ങൾ അവൾക്ക് മനസ്സിലാവുന്നത്. ആദ്യം അവൾക്ക് അത് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതാണ് സത്യമെന്ന് അവൾക്ക് ബോധ്യപ്പെടുന്നു. പക്ഷെ ആ ഒരു ഡയറി ഇവന്റേതാണെന്നും പറഞ്ഞ് അവൻ അത് ചോദിക്കുമ്പോൾ അത് കൊടുക്കാനും അവൾക്ക് മനസ്സില്ല. കാരണം എന്തെഴുതിയാലും അത് നടക്കുന്ന ഒരു ഡയറി ആണല്ലോ അത്. അങ്ങനെ ആ ഡയറിക്ക് വേണ്ടി അവർ ആ സ്റ്റോർ റൂമിൽ കിടന്ന് പിടിവലി നടത്തുമ്പോഴാണ് അങ്ങോട്ടേക്ക് വേയുടെ അടുത്തേക്കാണ് ആ ഡയറി ഇവർ പിടിച്ചു വലിക്കുമ്പോൾ തെറിച്ച് വീഴുന്നത്. വേ ആ ഡയറി എടുത്ത് എന്താ ഡയറിയിലുള്ളത് തന്നെയെന്നും പറഞ്ഞ് ചോദിക്കുമ്പോൾ അത് കൊടുക്കാനായി അവൾ തയ്യാറാവുന്നില്ല. അവൾ ആ ഡയറി കയ്യിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് വേ ആ ഡയറി കാണണമെന്ന് വാശി പിടിക്കുമ്പോൾ ഇത് എന്റെ ഡയറിയാ, അതെനിക്ക് തിരിച്ചു തന്നും പറഞ്ഞ് മറുഭാഗത്ത് മിൻഷിയും ബവോയുടെ അടുത്ത് വാശി പിടിക്കുന്നു. എന്തായാലും നീ റൂമിലോട്ട് വാ, എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ വേ അവിടെ നിന്ന് പോകുമ്പോഴേക്കും മിൻഷിയോട് ഈ ഡയറി
ഞാൻ തരാം, പക്ഷെ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത് ഈ ഡയറിയിൽ ഞാൻ എന്റെ ബോസിന്റെ പേര് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഡയറി ഇപ്പൊ നിങ്ങളുടേതാണെന്ന് എനിക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. മറിച്ച് നിങ്ങൾക്ക് ഈ ഡയറി ഞാൻ തരണമെങ്കിൽ നിങ്ങൾ ഈ കോസ്റ്റ്യൂമിൽ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ആ രീതിക്ക് ഒരു ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവനോട് സംസാരിക്കുന്ന അവനെ അവളുടെ ആ ഒരു പരസ്യത്തിന്റെ മോഡലാക്കാം എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. ഇതേ ടീം ഇതൊക്കെ ചെയ്താലേ ഡയറി കിട്ടുന്ന മട്ടിലാണ് അവൾ അവനോട് സംസാരിക്കുന്നത്. അവനാകട്ടെ ടോയ്ലറ്റിൽ പോകാൻ വളരെ അർജന്റായി നിൽക്കാണ്. ഹെൽപ്പ് ചെയ്യാനായി അവളോട് പറയുമ്പോൾ അവൾ ടോയ്ലറ്റ് എവിടെയാന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിലും അവൾക്ക് അവിടെ പോയി ഈ മോഡേൺ ടോയ്ലറ്റ് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയാത്ത മിങ്ഷിക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. കാരണം അത് ജെന്റ്സ് ടോയ്ലറ്റ് ആണ്. എന്തായാലും ഒരു വിധമാണ് അവൻ അവിടെ അതൊക്കെ ആദ്യമായി ഉപയോഗിക്കുന്നത്. എന്തായാലും അപ്പോഴേക്കും വേ വിളിച്ചത് പ്രകാരം സംസാരിക്കാനായി ബാവോ വേയുടെ ഓഫീസ് റൂമിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവളോട് അവൻ ഞാൻ എങ്ങനെയാണ് നിന്റെ കൂടെ കഴിഞ്ഞ ദിവസം ബെഡിൽ എത്തിയതെന്നതാണ് അവളോട് അവൻ ചോദിക്കുന്നത്. അവളെ ബലമായി അവൻ അവിടെ പിടിച്ചിരുത്തി അതൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അലർച്ച കേൾക്കുന്നു. മിങ്ഷി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണുന്നു ഡൗട്ട് ആവുന്നവൾ വേഗം വേയെ തള്ളി മാറ്റി അങ്ങോട്ടേക്ക് പോകുമ്പോൾ വേ അവളെ തന്നെ നോക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇതിൽ നിന്ന് ആക്ച്വലി വേക്ക് ബവോയോട് ഒരു താല്പര്യമുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും മുന്നേ അലർച്ച കേട്ട് അവിടേക്ക് ബവോ ഓടി ചെല്ലുമ്പോഴേക്കും കാണുന്ന കാഴ്ച മുന്നേ ടോയ്ലറ്റിൽ പോകാനായി പാടുപെട്ടുകൊണ്ടിരുന്ന നമ്മുടെ മിങ്ഷി പുരാതന കാലത്ത് നിന്ന് ടൈം ട്രാവൽ ചെയ്ത് വന്ന ഒരു രാജകുമാരനാണ് എന്നത് അറിയാതെ അവൻ അവിടെ ഈ ഒരു കോസ്റ്റ്യൂം ധരിച്ചത് കൊണ്ട് ഇങ്ങനെ ടോയ്ലറ്റിൽ പോകാൻ പാടുപെടുകയാണെന്ന് കരുതി അവിടുത്തെ ഒരു മാനേജർ ഹെൽപ്പ് ചെയ്യാനായി ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മിങ്ഷി ആയിട്ട് ആൾക്കിട്ട് കണക്കിന് കൊടുത്തു. അങ്ങനെ അടി കൊണ്ട് അയാൾ ഇരിക്കുന്ന സമയത്ത് ഇത് ഞാൻ കേസാക്കും, അവൻ എന്നെ വെറുതെ അടിച്ചു എന്നൊക്കെ പറഞ്ഞു മാനേജർ അവിടെ കിടന്ന് ബഹളം വെക്കുമ്പോൾ സോറി സാർ, അയാൾ നമ്മുടെ പുതിയ ആഡിന്റെ ആർട്ടിസ്റ്റ്, അയാൾക്ക് ഒരു അബദ്ധം പറ്റിയതൊന്ന് വിട്ടുകളെന്നൊക്കെ പറഞ്ഞു ബാവോ ഒരുവിധം കൈയും കാലും പിടിച്ച് അത് സോൾവ് ആക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം ആളെ കൊണ്ട് ആ ഒരു ആഡിൽ അഭിനയിപ്പിക്കുന്നുണ്ട്. സാധാരണ സിനിമയിലും ഡ്രാമയിലും ഒക്കെ മാത്രമേ പണ്ട് പുരാതന കാലത്തെ രാജാക്കന്മാര് ഫൈറ്റ് ചെയ്യുന്ന കണക്കുള്ള സീൻസ് ബാവു കണ്ടിട്ടുള്ളൂ. അതും ഫേക്ക് ആയവർ ചെയ്തെടുക്കുന്നതല്ല. പക്ഷെ ഇതൊരു റിയൽ രാജകുമാരൻ ഫൈറ്റ് ചെയ്യുന്നത് അവൾ കണ്ട് ആകെ ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. കണ്ടതെന്ന് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാവുന്നു. അവരാകട്ടെ അവനെ ഭയങ്കരമായി അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ മിങ്ഷി അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. അവൻ എങ്ങനെയും ഇത് ചെയ്ത് തീർത്തിട്ട് തന്റെ ഡയറിയുമായി ഇവിടെ നിന്ന് പോകണം എന്ന ചിന്തയുള്ളൂ. പക്ഷെ ഇത് കണ്ടു നിന്ന ആ ഒരു ഡയറക്ടർ ആകട്ടെ അവരുടെ മറ്റു ചില ആഡ്സിനും സീൻസിനും ഒക്കെ മിങ്ഷിയെ തന്നെ പ്രധാന താരമായി നിയമിക്കാനായി തീരുമാനിക്കുന്നു. ഇത് ബാവോയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അവളാകട്ടെ എങ്ങനെ ഇവൻ ഇവിടെ പിടിച്ചു നിർത്തും, ഇവനെ ഇനി പെട്ടെന്ന് പറഞ്ഞു വിട്ടാൽ അത് തനിക്ക് ക്ഷീണാവും, താൻ കൊണ്ടുവന്ന ആർട്ടിസ്റ്റ് ആണെന്ന പേര് വലിയ കയ്യടിയൊക്കെ മേടിച്ച് നിൽക്കുമ്പോൾ അത് തനിക്ക് പ്രശ്നമാവുമല്ലോ എന്ന് കരുതി അവൻ എങ്ങനെയും ഇവിടെ കുറച്ച് ദിവസങ്ങളും കൂടി ഇതൊന്ന് കഴിയുന്നത് വരെ പിടിച്ചു നിർത്തണമെന്ന് അവൾ ഉറപ്പിക്കുന്നു. ഒരു മാസം ഇവിടെ നിൽക്കുമെന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ പോണം, എന്റെ ഡയറി താന്ന് പറഞ്ഞ് മിങ്ഷി ദേഷ്യപ്പെടുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു അബദ്ധത്തില് ആ ഡയറിയിൽ വേയുടെ പേര് എഴുതിപ്പോയി. ഇനി പുള്ളിക്കാരൻ പൂർണ്ണ മനസ്സോടുകൂടി ആ ഒരു ഡയറിയിൽ നിന്ന് ആളുടെ പേര് മാറ്റി നിങ്ങളുടെ മിങ്ഷി എന്ന പേര് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഡയറി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, ആളെ കൺവിൻസ് ചെയ്ത് ഇത് എടുക്കാനായി എനിക്ക് ഒരു മാസം വേണ്ടി വരും, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുന്ന പറഞ്ഞ് അവൾ കുറേ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഒടുക്കം മനസ്സോടുകൂടി മിങ്ഷി അവിടെ നിൽക്കാനായി സമ്മതിക്കുന്നു. അങ്ങനെ ഇപ്പൊ ഇവിടെ നിൽക്കാനായി തീരുമാനിച്ച മിങ്ഷിക്ക് തന്റെ താമസ സ്ഥലത്ത് തന്നെയാണ് താമസിക്കാൻ വേണ്ട അറേഞ്ച്മെന്റ്സ് ബാവോ ചെയ്യുന്നത്. അങ്ങനെ വീട്ടിലെത്തിക്കഴിയുമ്പോൾ അവിടെ പല പല കാര്യങ്ങൾ കാണുമ്പോഴും അവൻ ഭയങ്കര വണ്ടറായി പോകുന്നുണ്ട്. കാരണം ഇതൊന്നും അവന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഗ്യാസ് അടുപ്പ്, കപ്പ് നൂഡിൽസ്, എന്തിനാ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നത് വരെ അവന് ഭയങ്കര അത്ഭുതമായിരുന്നു. അതൊക്കെ കണ്ടുകൊണ്ട് അവൻ ഇരിക്കുമ്പോഴേക്കും ശരി ഫ്രഷ് ആവുന്നു പറഞ്ഞ് അവളുടെ കയ്യിലുള്ള ഒരു നൈറ്റ് ഡ്രസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്രഷ് ആയി നൈറ്റ് ഡ്രസ് ഇട്ട് വരുന്ന മിങ്ഷിക്ക് അതിന്റെ സിബ് ഒന്നും ഇടാൻ അറിയില്ല. കൂടാതെ അവനത് വളരെ ഷോർട്ടാണ്, അവളുടെ ഡ്രസ് അല്ലേ. അങ്ങനെ അതെടുത്ത് അവൻ ഇട്ടുകൊണ്ട് വരുമ്പോഴേക്കും അവന്റെ 6 പാക്ക് ബോഡിയൊക്കെ കണ്ട് അവൾ അന്തം വിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ പയ്യന്മാർക്ക് മാത്രമല്ല പണ്ട് കാലത്തും ഇത്രയും നല്ല കട്ട് ബോഡിയുള്ള ചുള്ളന്മാരുണ്ടായിരുന്നല്ലേ എന്നായിരുന്നു അവളുടെ നോട്ടം. അവൾ അങ്ങനെ മതി മറന്ന് അവനെ നോക്കുമ്പോഴേക്കും കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം. അവൾ പെട്ടെന്ന് പോയി ഡോർ ഓർക്കുമ്പോൾ വേയാണ്. വേയെ കണ്ടപാടെ അവൾ ഡോർ വലിച്ചടച്ച് മിങ്ഷി ഇവിടെ ഉള്ളത് വേ കാണാതിരിക്കാനായി മിങ്ഷിയെ കബോർഡിൽ ഒളിപ്പിച്ച് വന്ന് ഡോർ തുറക്കുന്നു. അവൻ ആകെ മൊത്തത്തിൽ വലിയ ഡൗട്ട്. കാരണം ഇവൾ എന്തിനാ തന്നെ കണ്ടപ്പോ പെട്ടെന്ന് കഥ കടച്ച് വീണ്ടും വന്ന് തുറന്നു. അതുകൊണ്ട് തന്നെ അവൻ അകത്ത് എന്ന ഒരു ഡൗട്ടോട് കൂടി മൊത്തത്തിലൊന്ന് കണ്ണോടിക്കുന്നുണ്ട്. ഈ സമയത്ത് കബോർഡിൽ ഒളിച്ചിരിക്കുന്ന മിങ്ഷിയെ കാണുന്നു. നമ്മുടെ ആർട്ടിസ്റ്റിന് എന്താ നിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞ് വേ ദേഷ്യപ്പെടുമ്പോഴേക്കും അത് പിന്നെ എന്റെ കസിൻ ആണെന്ന് അവൾ പറയുന്നുണ്ട്. കസിനെ കബോർഡിൽ എന്തിനാ കയറ്റി ഒളിപ്പിച്ചെന്നൊക്കെ ചോദിച്ച് അവനകട്ടെ മിങ്ഷി ആരാണ് എന്താണെന്ന് ഒരു അസൂയ പിടിച്ച് ബവോയായിട്ടുള്ള ഒരു താല്പര്യ കൂടുതൽ കൊണ്ട് അവളുടെ കയ്യിൽ മുറുക്ക ഇങ്ങനെ പിടിച്ചാണ് ഇതൊക്കെ ചോദിക്കുന്നത്. വേദന എടുത്ത് അവൾ ശബ്ദം ഉണ്ടാക്കുമ്പോഴേക്കും കബോർഡിനകത്ത് അപ്പോഴും ഇരിക്കുകയായിരുന്ന മിങ്ഷി പെട്ടെന്ന് ചാടി പുറത്തേക്ക് എത്തി ബവോയെ വേ ഉപദ്രവിക്കുകയാണെന്ന് കരുതി വേയെ നല്ലൊരു ഇടി കൊടുക്കുന്നുണ്ട്. ആ ഇടി കിട്ടിയതോടുകൂടി കയ്യിൽ ഫ്രാക്ചർ ആയി വേ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. കയ്യിൽ കെട്ടൊക്കെ കെട്ടി അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ബവോ തന്റെ കൂടെ ഉണ്ടല്ലോ, ഈ ഒരു പേര് പറഞ്ഞ് അവളെ തന്റെ കൂടെ തന്നെ നിർത്താലോ എന്നൊരു സന്തോഷം അവനുണ്ടായിരുന്നു. എന്തായാലും അവൻ ആ ഒരു അവസരം മുതലാക്കാനേ അവളോട് നീ തന്നെ എന്നെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യണമെന്നൊക്കെ പറയാണ്. അവളൊരു ക്യാബ് വിളിച്ച് വിടാനായി നോക്കുമ്പോൾ ക്യാബ് ഒന്നും ആ സമയത്ത് അവൈലബിൾ ആയിരുന്നില്ല. തുടർന്ന് ഒരു ഷെയർ ഓട്ടോ കിട്ടുമ്പോൾ അതിൽ വേയുമായി അവനെ ഡ്രോപ്പ് ചെയ്യാനായി അവൾ പോകുന്നതിന്റെ ഇടയിൽ അങ്ങനെ തിരിച്ച് മിങ്ഷിയുടെ അടുത്തേക്ക് എത്തി പതിയെ അവനെ മോഡേൺ വേൾഡിലെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവളൊന്ന് മാറ്റിയെടുക്കാനായി നോക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇനി കുറച്ച് നാളധികം ഇവൻ നിൽക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലായാലല്ലേ അവനവിടെ നന്നായി നിൽക്കാൻ സാധിക്കും. ഓരോ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചൊക്കെ കൊടുക്കുന്നു. അതിന്റെ ഇടയിൽ അവന്റെ മുടി അവനെ കാണാനായി നല്ല ഭംഗി നൽകുന്നുണ്ടെങ്കിലും ഇത്രയും ലോങ് ഹെയർ ഈ മോഡേൺ കാലഘട്ടത്തിൽ അവിടെ പുരുഷന്മാർ വെച്ചുകൊണ്ട് നടക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ മുടി വെട്ടണം എന്ന രീതിക്ക് അവൾ പറയുമ്പോഴേക്കും അവന്
ഭയങ്കര ടെൻഷൻ. കാരണം പണ്ടത്തെ ആൾക്കാരെ സംബന്ധിച്ച് പുരുഷന്മാരിങ്ങനെ മുടി വളർത്തുന്നത് അവരുടെ ഒരു ഐഡന്റിറ്റിയുടെയും പൗരുഷത്തിന്റെയും ഒക്കെ ഒരു ഭാഗമാണ്. പക്ഷെ വേറെ വഴിയില്ലാന്ന് പറഞ്ഞ് അവൾ അവന്റെ മുടിയൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നു. കട്ട് ചെയ്യുമ്പോഴും അവൻ ആ ഒരു ഗെറ്റപ്പിലും കാണാൻ വളരെ ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് മിങ്ഷിയും കൊണ്ട് ബവോ ഷൂട്ടിങ്ങിന് പോകുന്നു. ഷൂട്ടിംഗ് സമയത്തും അവിടെ കണ്ടു പരിചയമില്ലാത്ത പല കാര്യങ്ങളും കൊണ്ടും അവനാകെ ഡിസ്റ്റർബ്ഡ് ആയൊക്കെ പെരുമാറുന്നുണ്ട്. അവനിങ്ങനെ അഭിനയിക്കാനൊന്നും അറിയില്ലല്ലോ. മുന്നേ ആഡില് അവൻ അറിയാവുന്ന ഫൈറ്റിംഗ് അതേപടി ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ നന്നായി ചെയ്തു. അത് എക്സ്ട്രാ ആയി അവനൊരു ആർട്ടിഫിഷ്യൽ ആയി കാര്യങ്ങൾ ഫേക്ക് ചെയ്തെടുത്തൊന്നും അല്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ പറയുന്ന സീനിനനുസരിച്ച് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അവനെ കൊണ്ട് അത് കുറച്ച് പാടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡയറക്ടർ റീടേക്ക് എടുക്കുകയും അവനെ പറയുന്ന കണക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞു വഴക്ക് പറയുകയും ചെയ്യുമ്പോൾ അവൻ ആകെ അപ്സെറ്റ് ആവുന്നു. അവൻ മൂഡ് ഓഫ് ആയിരിക്കുന്നത് കണ്ട് അവളാണ് അവനെ ചീർ ചെയ്ത് വീണ്ടും അഭിനയിക്കാനായുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ആ ഒരു ഡ്രാമയില് സെക്കൻഡ് ലീഡായി നിന്നിരുന്ന ആർട്ടിസ്റ്റ് കുറെ നാളായിട്ട് ഈ ഫീൽഡിലുള്ളതാണ്. അയാൾക്ക് കഴിഞ്ഞ ദിവസം ഒരു പരസ്യത്തിൽ അഭിനയിച്ചു എന്നും പറഞ്ഞ് ഇവനെ പിടിച്ച് മെയിൻ ലീഡ് ആക്കിയെന്നും പറഞ്ഞ് മിങ്ഷിയോട് ഭയങ്കരമായ അസൂയ ഫീൽ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിങ്ഷിക്കെതിരെ അവിടെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അതിന്റെ ഭാഗമായി മിങ്ഷി അയാളെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് പിടിച്ച് തള്ളുന്ന ഒരു സീനുണ്ട്. ജസ്റ്റ് ഒന്ന് തള്ളുക മാത്രമാണ് മിങ്ഷി ചെയ്യുന്നതെങ്കിലും ഭയങ്കരമായി ഉപദ്രവിച്ചു എന്ന രീതിയിൽ ആ ആർട്ടിസ്റ്റ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇത് വിശ്വസിച്ച ഡയറക്ടർ മിങ്ഷിയോട് ദേഷ്യപ്പെടുകയും ഷൂട്ടിംഗ് അപ്പോഴത്തേക്ക് പാക്കപ്പ് ചെയ്യുകയും ചെയ്യുന്നു. എന്തായാലും ആ സെക്കൻഡ് ലീഡാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ബവോ അയാളോട് ഇങ്ങനൊന്നും ചെയ്യരുത്, വെറുതെ മിങ്ഷിയോട് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോഴേക്കും അയാളാകട്ടെ ബവോയെ അടിക്കാനായി കൈ ഓങ്ങുന്നുണ്ട്. എന്നോടാണോ നീ തർക്കിക്കുന്നത് എന്നൊക്കെ ചോദിച്ച്. പക്ഷെ ആ ഒരു സമയം ബവോയ്ക്ക് ഒരു പ്രശ്നം എന്ന് കണ്ടാ മിങ്ഷി അതിൽ ഇടപെടുന്നു. ഇതേ കണ്ടില്ലേ, മിങ്ഷി വേണമെന്ന് വെച്ചാൽ നിങ്ങൾ അടിച്ചാൽ നിങ്ങൾ അത് താങ്ങില്ല, എന്നിട്ട് വെറുതെ എന്തിനാ അവൻ അടിച്ചു പിടിച്ചു എന്ന് പറഞ്ഞ് സീൻ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ച് അയാളോട് ദേഷ്യപ്പെട്ട് അവരവിടെ നിന്ന് പോന്നു. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം മിങ്ഷി ബവോയോട് നീ എനിക്ക് വേണ്ടി എന്തിനാ അയാളോട് സംസാരിക്കാൻ പോയതെന്ന് ചോദിക്കുന്ന സമയം നീ ഇപ്പൊ എന്റെ കൂടെ നിൽക്കുമ്പോൾ എന്റെ ഉത്തരവാദിത്തമാണ്, അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാനല്ലേ സംസാരിക്കേണ്ടതെന്ന് അവൾ പറയുമ്പോൾ തനിക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ആളുണ്ടെന്ന് അവന് ഒരുപാട് സന്തോഷമാവുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് അവൻ അടുത്ത സീൻ നന്നായി അവൻ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ചെയ്യാനേ അവളൊരു പ്രാക്ടീസ് കൊടുക്കുകയാണ്. ഒരു റൊമാൻറ്റിക് സീനായിരുന്നു അത്. ഇവനാണെങ്കിൽ റൊമാൻറ്റിക് ഭാവങ്ങളൊന്നും തന്നെ മുഖത്ത് വരുന്നില്ല. അത് കണ്ട് അവൾ ചോദിക്കുമ്പോഴാണ് ഇല്ല എനിക്ക് ഇതിനു മുന്നേ അങ്ങനെ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നത് അവൻ പറയുന്നത്. അത് കേൾക്കുന്ന അവളാകട്ടെ നിനക്ക് ഇവിടെ വന്ന് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടം ബബിൾ ടീ അല്ലേ, അപ്പൊ ഞാനൊരു ബബിൾ ടീ ആണെന്ന് കരുതി നിനക്ക് എന്നോടുള്ള ഫീലിങ്സ് ഇങ്ങനെ തുറന്നു പറയാന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. അവനാകട്ടെ അവളോട് അങ്ങനെ എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം നിന്നെയാണ്, നീ അടുത്തുള്ളപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആക്ച്വലി ഒരു ബബിൾ ടീയെ മുന്നിൽ കണ്ടാണോ അവൻ ഈ പറയുന്നത് അതോ റിയൽ ആയി അവളോടുള്ള ഫീലിങ്സ് അവന് തോന്നിയത് തുറന്നു പറയാണോ എന്ന് മറ്റുള്ള അവൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. എന്തായാലും അവൻ ഈ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ വളരെ റൊമാൻറ്റിക് ആയിട്ടുണ്ടെന്ന് കണ്ട് അവൾ തന്നെ അതിൽ മുഴുകിയിരിക്കുകയാണ്. അങ്ങനെ അവൻ പതിയെ അവളുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും പെട്ടെന്ന് ക്ലാപ്പ് ബോർഡ് കൊണ്ട് വേ അവരെ സെപ്പറേറ്റ് ചെയ്യിക്കുന്നു. എന്താ ഇവിടെ നടക്കുന്നതെന്ന് വേ ഇഷ്ടപ്പെടാതെ ചോദിക്കുമ്പോഴേക്കും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യായിരുന്നു എന്ന് ബവോ പറയുമ്പോഴാണ് വേക്ക് സമാധാനം ആവുന്നത്. എന്തായാലും അങ്ങനെ ഷൂട്ടിംഗ് മുന്നോട്ട് പോകുമ്പോഴും പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. മിങ്ഷിയെ ഈ ഒരു റോളിലേക്ക് കാസ്റ്റ് ചെയ്യാനേ ആദ്യം കാണിച്ച ഇൻട്രസ്റ്റ് ഒന്നും ഇപ്പോ അവനോട് ഡയറക്ടർക്കില്ല. അതുകൊണ്ട് തന്നെ വേ ബവോയോട് പറയുന്നുണ്ട് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന സീനിൽ നന്നായി അവൻ പെർഫോം ചെയ്തില്ലെങ്കിൽ മിക്കവാറും അവനെ ഈ ഒരു കാസ്റ്റിൽ നിന്ന് ഔട്ട് ആക്കാനായി സാധ്യതയുണ്ടെന്ന്. ഇത് മാറി നിന്ന് മിങ്ഷി കേൾക്കുന്നുണ്ടായിരുന്നു. തനിക്ക് വേണ്ടി ബവോ ആണ് ഈ ഒരു റോളില് കഷ്ടപ്പെട്ട് എല്ലാം സെറ്റ് ചെയ്യുന്നത്. താൻ ഇത് നന്നായി ചെയ്യാതെ തന്നെ ഔട്ട് ആക്കിയാൽ അത് ബവോയ്ക്ക് ഒരു ഷീമാവും, അവളെ വെറുതെ സങ്കടപ്പെടുത്തണ്ട എന്ന് ഇത് കേട്ട് തോന്നുന്ന അവനാകട്ടെ നന്നായി തന്നെ പെർഫോം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. പക്ഷേ ആ ഒരു മൈൻഡ് മൊത്തം എന്ത് സീനാണ് അടുത്തതായി ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് കേൾക്കുമ്പോൾ അവന്റെ മനസ്സിൽ അങ്ങ് പോവാണ്. അതൊരു കിസ്സിംഗ് സീനായിരുന്നു. അവൻ വേഗം തന്നെ ബവോയുടെ അടുത്ത് ചെന്ന് കിസ്സിംഗ് സീനൊക്കെ എങ്ങനെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരു പെണ്ണിനെ എങ്ങനെ എനിക്ക് കിസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത പെണ്ണിന്റെ കൂടെ വീട്ടിൽ താമസിക്കുന്നതിന് കുഴപ്പമില്ല എന്നൊക്കെ തന്റെ കൂടെ അവൻ ഒരു വീട്ടിൽ സ്റ്റേ ചെയ്യുന്നതിനെ പറ്റി ബവോ ചോദിക്കുമ്പോൾ അത് പിന്നെ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കേണ്ടി വന്നു എന്ന് വന്നപ്പോൾ വന്നതല്ലേ, അതുപോലാണോ ഇതെന്നൊക്കെ അവൻ ടെൻഷൻ ആകുമ്പോൾ ശരി എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്നും പറഞ്ഞ് എങ്ങനെ ലിപ്സ് തമ്മിൽ ടച്ച് ആവാതെ എന്നാൽ ക്യാമറയിൽ കിസ് ചെയ്യുന്ന കണക്ക് ഒരു ആംഗിളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നൊരു പൊസിഷൻ അവൾ കാട്ടിക്കൊടുക്കുന്നു. ഇങ്ങനെ വിരൽ വെച്ച് ലിപ്സ് തടഞ്ഞ് കിസ് ചെയ്യുന്നത് ഇതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവൾ ഒരു ട്രയൽ കാണിക്കുമ്പോൾ ഇത് ഓക്കെ എന്ന് അവൻ സമ്മതിക്കുന്നു. പക്ഷെ ഷൂട്ട് ചെയ്യേണ്ട സമയം ആകുമ്പോഴേക്കും ആ ഫീമെയിൽ ആർട്ടിസ്റ്റിന് അവിടെ വരാനായി സാധിക്കുന്നില്ല. ഒരു പ്രശ്നം. പക്ഷെ ഇന്ന് ഈ സീൻ ഷൂട്ട് ചെയ്യുകയും വേണം. അതുകൊണ്ട് ഫേസ് വ്യക്തമാവാത്ത രീതിയിൽ നമുക്കൊരു ഡ്യൂപ്പിനെ ഇടാം. ആ ഒരു ഫീമെയിൽ ലീഡിന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി വേഗം അറേഞ്ച് ചെയ്യാനേ ഡയറക്ടർ പറയുന്നു. വേറെ ആരെയല്ല ബവോയാണ് അങ്ങനെ ആ ഒരു ഡ്യൂപ്പായി സെറ്റ് ചെയ്യുന്നത്. തുടർന്ന് ആ ഡ്രാമയ്ക്കൊത്ത ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് അവളെ കൊണ്ടുവന്നിരുത്തുന്നു. അങ്ങനെ ഇവർക്കിടയിലെ കിസ്സിംഗ് സീനാണ് ഇനി ഷൂട്ട് ചെയ്യാനായി പോകുന്നത്. അവളാകട്ടെ കഴിഞ്ഞ ദിവസം താൻ പറഞ്ഞു കൊടുത്ത് കണക്കി അവൻ കിസ് ചെയ്യുന്ന ധാരണയിൽ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അവളാണെന്ന് കാണുമ്പോൾ അവൻ എന്ത് മനസ്സ് വിചാരിച്ചിട്ടാണെന്ന് അറിയില്ല, എന്തായാലും ആ വിരലൊന്നും വെക്കാതെ റിയലായി തന്നെ അവളെ കിസ് ചെയ്യുന്നുണ്ട്. അവൾ ഷോക്ക് ആവുന്നുണ്ടെങ്കിലും തടയുന്നില്ല. എന്തായാലും ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വേ എത്തുന്നത്. വേക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും നീ എന്തിനിപ്പോ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു അവിടെ ആർട്ടിസ്റ്റ് അല്ലാതിരുന്നിട്ടും എന്തിനവൾ ഡ്യൂപ്പായി അഭിനയിക്കാനായി തന്നോട് ചോദിക്കാതെ തന്റെ സ്റ്റാഫ് ആയിരുന്നിട്ടും തന്നെ ഒരു വാക്ക് അറിയിക്കാതെ സമ്മതിച്ചു എന്ന് ചോദിച്ച് ബവോയോട് വേ ദേഷ്യപ്പെടുമ്പോഴേക്കും നീ എന്തിനാ എന്നെ കിസ് ചെയ്തതെന്ന് ചോദിച്ച് മിങ്ഷിയോട് ബവോ ദേഷ്യപ്പെടുന്നു. വിരൽ വെച്ച് കിസ് ചെയ്യാനല്ലേ ഞാൻ നിന്നെ പഠിപ്പിച്ചു, എന്നിട്ട് നീ എന്തി കാണിച്ചെന്നെല്ലാം അവൾ ചോദിക്കുമ്പോൾ ഡയറക്ടർ എന്ത് പറഞ്ഞാലും അതേപടി ചെയ്യണമെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞില്ലായിരുന്നോ,
ഡയറക്ടർ അങ്ങനെ വിരൽ വെച്ച് കിസ് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് മിങ്ഷിയും പറയുന്നു. അങ്ങനെ പിന്നീട് വീണ്ടും ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരു സ്റ്റണ്ട് സീനാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരു ഹൈറ്റ് ഉള്ള സ്ഥലത്ത് നിന്ന് താഴേക്ക് മിങ്ഷി ചാടണം. അപ്പോൾ അതിനുവേണ്ടി സേഫ്റ്റി ആയിട്ട് റോപ്പൊക്കെ കെട്ടിയാണ് ഷൂട്ടിംഗ് ആരംഭിക്കുന്നതെങ്കിലും മിങ്ഷിയോട് അസൂയുള്ള ആ ഒരു സെക്കൻഡ് ലീഡ് റോപ്പിൽ എന്തോ തിരുമറി നടത്തുന്നുണ്ട്. അത് ആരും അറിഞ്ഞില്ല. അങ്ങനെ ചാടുന്ന ടീം ആ റോപ്പ് അഴിഞ്ഞു പോകുമ്പോഴാണ് എല്ലാവരും അപകടം മനസ്സിലാവുന്നത്. ബൗ ഒക്കെ പേടിക്കുന്നുണ്ടെങ്കിലും മിങ്ഷി അവന് ഈ അഭ്യാസങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരുവിധം സേഫ് ആയി ലാൻഡ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും കൈക്ക് ചെറുതായി പരിക്കേൽക്കുന്നു. ഇത് കാണുന്ന ബൗ പെട്ടെന്ന് ടെൻഷനിൽ ചെന്ന് നോക്കുമ്പോൾ മുറിവ് പറ്റിയിട്ടുണ്ട്, എന്നാൽ വളരെ സീരിയസ് അല്ല, വേഗം മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്നു. കൂടാതെ ആ സെക്കൻഡ് ലീഡാണ് ഇതിന് പിന്നിലെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും അത് പ്രൂവ് ചെയ്യാനേ തെളിവില്ലാത്തത് കൊണ്ട് അവൾ അവിടെ ഒരു സീൻ ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഈ സമയത്ത് ഇതേ സ്ഥലത്ത് കൈക്ക് പരിക്കേറ്റിരുന്നത് കൊണ്ട് കുറച്ച് മാറി ഇരിക്കുകയായിരുന്നു വേ ആ ഒരു ടൈം ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ വീഡിയോയില് ബാക്ക്ഗ്രൗണ്ടിൽ ഈ സെക്കൻഡ് ലീഡ് ആ റോപ്പിൽ തിരുമറി നടത്തുന്നത് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോ കാണുന്ന വേ ആ ഒരു കാര്യം പറഞ്ഞ ആ സെക്കൻഡ് ലീഡിനെ ആ ഒരു ഡ്രാമയെന്ന് തന്നെ എന്നേക്കുമായി പറഞ്ഞു വിടുന്നു. കൂടാതെ ഈ ഒരു സമയത്താണ് മറ്റൊരു ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. ആക്ച്വലി വേയുടെ കൈക്ക് അങ്ങനെ സാരമായ ഫ്രാക്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല. അവനകട്ടെ ബൗ കാരണമാണ് അവനിങ്ങനെ സംഭവിച്ചത് എന്നൊരു ലേബൽ അവിടെ ഉണ്ടാക്കിയെടുത്ത് അവളുടെ കൂടെ കൂടുതൽ ടൈം ആ ഒരു കാര്യം പറഞ്ഞ് സ്പെൻഡ് ചെയ്യാലോ എന്ന് കരുതി അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയതാണ്. എന്തായാലും അന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് രാത്രി ഫ്രീ ടീം കിട്ടുമ്പോഴേക്കും താൻ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ഇവിടെ മിങ്ഷിയെ പിടിച്ചു നിർത്തിയിട്ട് അവനിപ്പോ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണല്ലോ എന്ന് അവനോട് ഭയങ്കര ഒരു കെയർ തോന്നവൾ അവന് ഇഷ്ടപ്പെട്ട ബബിൾ ടീ ഒക്കെ വാങ്ങിച്ചെടുത്ത് നിലാവത്ത് അങ്ങനെ അവന്റെ കൂടെ ഇരിക്കുകയാണ്. അവളിപ്പോ മിങ്ഷിയെ നോക്കുന്നൊക്കെ കാണുമ്പോൾ മിങ്ഷിയോട് ബാവോയ്ക്ക് ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടോ എന്ന രീതിയിൽ നമുക്ക് തോന്നും. എന്തായാലും ഇവരൊന്നിച്ച് നിൽക്കുന്ന കാഴ്ചയൊന്നും തന്നെ വേയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. വേ അവിടെ ഇരുത്തി ഇവരോട് സംസാരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഈ വേ തന്റെ പേര് ഡയറിയിൽ എഴുതാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് തനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റാത്തത് എന്ന ഒരു ധാരണയുള്ള മിങ്ഷി ആ ഒരു രീതിയിൽ ദേഷ്യപ്പെട്ട് വേയോട് സംസാരിക്കുമ്പോൾ വേ ആകട്ടെ മിങ്ഷി തന്റെ ബവോയെ തട്ടിയെടുക്കുമോ എന്ന ഒരു ദേഷ്യത്തിൽ തിരിച്ച് അവനോട് സംസാരിക്കുന്നു. അങ്ങനെ ഇവർക്കിടയിൽ നടക്കുന്ന സംസാരം കൂടി ഭയങ്കര ദേഷ്യം വരുന്ന വേ അവൻ അഭിനയിച്ച ഫ്രാക്ചർ കണക്ക് വെച്ചുകൊണ്ടിരുന്ന കൈ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എടുക്കുന്ന ടൈമാണ് ഇവനപ്പോ അടവെടുത്തതാ അല്ലേ എന്ന് അവൾക്ക് വ്യക്തമാവുന്നത്. എന്തെങ്കിലും പിന്നീട് അങ്ങനെ അവനാകട്ടെ ഞാൻ എന്തായാലും ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നി മിങ്ഷി വേയെ കാണാനായി പോകുന്നു. വേയോട് ഒരു സോറി എന്ന രീതിയിൽ അവന്റെ ആ ഒരു വാളുണ്ടല്ലോ അത് അവന് വളരെ പ്രിയപ്പെട്ടതാണെങ്കിലും എന്നാ എന്റെ വക ഗിഫ്റ്റ് എന്നും പറഞ്ഞ് അതിപ്പോ വേക്ക് കൊടുക്കുമ്പോൾ ഇവൻ ഈ ഡ്യൂപ്ലിക്കേറ്റ് വാളിന് ഇത്ര ബിൽഡപ്പ് ഇടുന്നത് എന്തിനാണെന്ന മട്ടില് അത് ചുമ്മാ പിടിച്ചു നോക്കുന്ന വേക്ക് ഇത് ഭയങ്കര വെയിറ്റ് ഉള്ളതാണല്ലോ, ഇതാണ് ഇവൻ ഇത്ര നിഷ്പ്രയാസം കൈകാര്യം ചെയ്യുന്നത് എന്ന രീതിക്കൊന്ന് ഞെട്ടുന്നുണ്ട്. അങ്ങനെ റൂമില് വേക്ക് വേണ്ടി മുന്നേ വെളിയിൽ തണുപ്പത്തിരുന്നതല്ലേ പനി പിടിക്കുന്നു പറഞ്ഞ് ഒരു കുറിപ്പ് എഴുതി ഒരു ആപ്പിളും കോൾഡിന്റെ ടാബ്ലറ്റും വെച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായും തനിക്ക് വേണ്ടി ബാവു വെച്ചതായിരിക്കും എന്ന് അവൻ വിചാരിക്കുന്നു. അവൻ എന്തായാലും പിന്നീട് ആപ്പിളും കഴിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ബാവു അവിടെ ആപ്പിൾ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുന്നവൻ ഇവള് തന്നെയാണ് തനിക്ക് വേണ്ടി വെച്ചത്. തന്നോട് നേരിട്ട് വലിയ സ്നേഹവും കെയറും കാണിക്കുന്നില്ലെങ്കിലും ഇവൾക്ക് തന്നോട് കെയർ ഉണ്ടെന്ന് തന്നെ അവൻ മനസ്സിൽ ഉറപ്പിക്കുന്നു. ഇതിന്റെ ഇടയിൽ മറ്റൊരു സംഭവം ഉണ്ടാവുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ഒരു വലിയ പാറപ്പുറത്ത് കയറി ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്ന വേ സ്ലിപ്പായി വീഴാനെ പോകുമ്പോൾ അവനെ വീഴാതെ ഒറ്റ കൈ കൊണ്ട് താങ്ങി പിടിക്കുന്നത് മിങ്ഷിയാണ്. ആ ഒരു കാര്യം ആരോ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അങ്ങനെ മിങ്ഷി പെട്ടെന്ന് വൈറൽ താരമാവുന്നു. തുടർന്ന് അവന് കുറെ ഫാൻ ഗേൾസിന്റെ ലെറ്റേഴ്സും അവനെ കാണാൻ കുറെ ഫാൻ ഗേൾസ് ഷൂട്ടിംഗ് ലൊക്കേഷനിലും ഒക്കെ വന്ന് നിൽക്കുന്നു. അവർക്ക് ഐ ലവ് യു മിങ്ഷി എന്നൊക്കെ പറയുമ്പോൾ ഈ ഐ ലവ് യുവിന്റെ അർത്ഥം നമ്മുടെ മിങ്ഷിക്ക് അറിയില്ല. അത് മോഡേൺ വേർഡ് ആണല്ലോ ഇംഗ്ലീഷിൽ. അപ്പം പണ്ട് കാലത്തൊന്നും അതൊന്നും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവന് അർത്ഥം അറിയില്ല. അവൻ അതിന്റെ അർത്ഥമൊക്കെ തന്നെ ബവോയുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ അവൾ അത് പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് പ്രണയമാണ് എന്നത് കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാതെ അത് പിന്നെ ഞങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിക്കാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അവൾക്കാണ് നൈസ് ആയിട്ട് ഈ പെമ്പിള്ളാർ ഇവന്റെ അടുത്ത് വന്ന് ഐ ലവ് യു എന്നൊക്കെ പറയുമ്പോൾ അസൂയ ഫീൽ ആവുന്നുണ്ട്. ഒരു ഭാഗത്ത് വേയ്ക്ക് ബവോയുടെ ഇഷ്ടം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ബവോ താൻ മിങ്ഷിയെ ഇഷ്ടപ്പെടുന്നു എന്നത് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ ഒരു ഏജൻസിയിലെ സ്റ്റാഫ് ആയതുകൊണ്ടും അവർ ഇതുപോലെ ആർട്ടിസ്റ്റുകളെ പ്രണയിക്കാൻ പാടില്ല എന്നൊരു ഡീൽ ഉള്ളത് കൊണ്ടും അവൾ ആദ്യം ഒന്ന് ഷോക്കാവുന്നുണ്ടെങ്കിലും അല്ല അവൻ ഈ ഏജൻസിയുടെ സ്റ്റാഫ് ഒന്നും അല്ലല്ലോ, പിന്നെ ഞാൻ അവനെ പ്രണയിച്ച എന്താന്ന് മട്ടില് അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. ഇതിന്റെ ഇടയിൽ മിങ്ഷി വളരെ ഒരു വലിയ ടോപ്പ് ലെവലിലേക്ക് പതിയെ പൊക്കോണ്ടിരിക്കുന്നത് ആ ഒരു ഡ്രാമ എന്ന് പറഞ്ഞു വിട്ട സെക്കൻഡ് ലീഡിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അയാളാകട്ടെ ഇവിടെ ഷൂട്ടിങ്ങിന് ഉണ്ടായിരുന്ന സമയത്ത് സീനൊക്കെ മിങ്സിക്ക് പറഞ്ഞു കൊടുത്ത് അവന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നിന്നിരുന്ന ബവോയും അവനും അതിന്റെ ഇടയിൽ ഒന്നിച്ച് നിൽക്കുന്നതും സീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ കെട്ടിപ്പിടിക്കുക. അവര് നോർമലായിട്ട് സീൻ പറഞ്ഞു കൊടുത്ത ആ ഒരു രീതിക്ക് കെട്ടിപ്പിടിക്കുക. പക്ഷെ അതൊക്കെ തെറ്റായ ഒരു വ്യൂ വരുന്ന പല ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ അവൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ബവോയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കാൻ നോക്കുന്നു. അങ്ങനെ അതിന്റെ കുറെ സോഷ്യൽ മീഡിയ അറ്റാക്ക് ബവോയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അവൾ ആകെ ഭക്ഷണം കഴിക്കാതെ ടെൻഷൻ കയറി വീക്കായി ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നുണ്ട്. ഈ സമയം നീ കാരണമാണ് ഇങ്ങനൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് വേ മിങ്ഷിയെ കുറ്റപ്പെടുത്തുമ്പോൾ ഇതിന്റെ കാരണക്കാരൻ ആ സെക്കൻഡ് ലീഡാണ്, അയാളാണ് ഫേക്ക് അക്കൗണ്ട് ചെയ്യുന്ന ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി മിങ്ഷി ആകട്ടെ ആ കാര്യങ്ങൾ വേയോട് പറയുമ്പോൾ വേ ആകട്ടെ അവന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച ഈ ഡ്രാമയെന്നല്ല ഇനി ഒരു ഡ്രാമയിലും ഇവന് റോള് കിട്ടാത്ത രീതിയിൽ കേസ് കൊടുത്ത് ഔട്ടാക്കുന്നുണ്ട്. അങ്ങനെ ബവോയ്ക്ക് വേണ്ടി ഇവർക്കിടയിൽ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. വേ ആകട്ടെ ഈ റോസിന്റെ ഇതളുകൾ പറിച്ച് ഹി ലവ്സ് മീ നോട്ട് എന്നൊക്കെ നോക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതേ കണക്ക് ഷീ ലവ്സ് മീ നോട്ട് എന്നൊക്കെ ഇങ്ങനെ പിച്ചി എടുത്ത് നോക്കാണ്. ഇതേ ടീം മിങ്ഷി അവൻ ബബിൾ ടീ
ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിലെ ഓരോ ബബിൾസ് ഇങ്ങനെ എടുത്തെടുത്ത് ഷി ലവ്സ് മീ നോട്ട് എന്നിങ്ങനെ എണ്ണി എടുത്തോണ്ടിരിക്കുന്നു. ഇതേ ടൈം ബവു ആകട്ടെ ചിപ്സ് തിന്നോണ്ട് മിങ്ഷിക്ക് തന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് ഹി ലവ്സ് മീ നോട്ട് എന്നൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 3 പേരും 3 രീതിക്ക് അവർ ഇഷ്ടപ്പെടുന്ന ആൾ അവരെ തിരിച്ച് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കുമ്പോൾ 3 പേർക്കും എസ് എന്ന ആൻസർ ആണ് വരുന്നത്. എന്തായാലും തന്റെ മനസ്സിലെ ഇഷ്ടം ബബുയോട് തുറന്നു പറയണമെന്ന് തീരുമാനിച്ച വേ ആകട്ടെ അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അവൾ എന്ത് മറുപടിയാണ് കൊടുത്തതെന്ന് നമുക്കറിയില്ല. അവൾ തിരിച്ച് വീട്ടിലേക്ക് വന്നങ്ങനെ വേഗം കുളിക്കാനേ പോകുന്നു. ഈ സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ടോയ്ലറ്റിൽ നിന്ന് അവൾ ടവലും എടുത്ത് ഇറങ്ങി വരുമ്പോഴേക്കും അവിടെ മിങ്ഷി ഉണ്ടായിരുന്നു. രണ്ടുപേരും ഞെട്ടിപ്പോകുന്നു. എന്തായാലും പിന്നീട് മിങ്ഷിയോട് ഇരുന്ന ബവു ഡ്രിങ്ക്സ് അടിച്ച് സംസാരിക്കുമ്പോൾ വേ തന്നെ പ്രപ്പോസ് ചെയ്ത കാര്യം അവൾ പറയുന്നുണ്ട്. എന്താണ് അവൾ മറുപടി പറഞ്ഞതെന്ന് അറിയാൻ വലിയ ആകാംക്ഷ അവനുണ്ടായിരുന്നു. എസ് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേന്ന് അവൻ ചോദിക്കുമ്പോൾ എന്താ എസ് പറഞ്ഞാലെന്ന് ചോദിക്കുന്ന അവൾ എന്ത് പറഞ്ഞു എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അടുത്ത നിമിഷം ബോധം കെട്ടു പോകുന്നുണ്ട്. ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി. അങ്ങനെ അവൾ ബെഡിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നതിന്റെ ഇടയിൽ മിങ്ഷി ആട്ടെ അവൾ അറിയില്ല എന്ന ധാരണയിൽ അവളെ കിസ് ചെയ്യുന്നു. പക്ഷെ അതൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ എന്തായാലും അടുത്ത ദിവസം ആ കിസിനെ പറ്റി അവനോടൊന്നും ചോദിക്കുന്നില്ല. അവന് തന്നോടുള്ള താല്പര്യം അവൻ തന്നെ പറയട്ടെ എന്ന ഒരു ധാരണയിൽ അവൾ മിണ്ടാതിരിക്കുന്നു. ഈ സമയത്താണ് വേ പ്രപ്പോസ് ചെയ്ത ടൈം എന്തായിരിക്കും അവൾ പറഞ്ഞിരുന്നത് എന്നത് നമ്മൾ കാണുന്നത്. വേ പ്രപ്പോസ് ചെയ്തപ്പോഴേ എനിക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ട്, അത് മിങ്ഷി ആണെന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ട് വേ അവൻ നമ്മുടെ ആർട്ടിസ്റ്റ് അല്ലേ, പിന്നെ എങ്ങനെ അവനെ നിനക്ക് ഡേറ്റ് ചെയ്യാൻ സാധിക്കും, നിനക്കത് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുമ്പോൾ അല്ല അവൻ നമ്മുടെ ആർട്ടിസ്റ്റ് അല്ല, അവൻ ഇതുപോലെ ടൈം ട്രാവൽ ചെയ്ത് വന്ന ഒരാളാണെന്ന് പറഞ്ഞ് അവൾ കാര്യങ്ങളൊക്കെ വേയോട് പറയുകയും ആ ഡയറിയിൽ ഇതുപോലെ അവൾ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി വേ തന്നെ തന്റെ ബർത്ത്ഡേ ദിവസം പോലെ ഒരു ഓഫ് എടുക്കാൻ സമ്മതിക്കാതെ ജോലി ചെയ്യിപ്പിക്കുന്നു എന്നുള്ള കലിപ്പിന് വേയുടെ പേര് തന്റെ ബോയ് ഫ്രണ്ടായി വേ വരണം, അപ്പോഴേ അവനെ പടം പിടിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വേക്ക് തന്നോട് ഫീലിങ്സ് വന്നത്, വേ അങ്ങനെയാണ് തന്റെ കൂടെ ബെഡി വന്നത് എന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ വേയോട് അവൾ ഓപ്പൺ ആയി പറയുന്നു. എന്തായാലും ഇത് കേൾക്കുന്ന വേ ആകട്ടെ അവൻ ടൈം ട്രാവൽ ചെയ്ത് വന്നതാണെങ്കിൽ അവൻ തിരിച്ചു പോയില്ലേ, അപ്പൊ നീ എന്ത് ചെയ്യുമെന്ന് അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ അവനാകട്ടെ ആ ഡയറിയിൽ അവൾ അവന്റെ പേര് എഴുതിയതുകൊണ്ടാണ് അവൻ അവളോട് ഫീലിങ്സ് തോന്നിയതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഡയറിയിൽ ഇപ്പോ അവനായിട്ട് അവളുടെ പേര് എഴുതുന്നു. എന്നിട്ട് ദേ കണ്ടോ ഞാൻ ഈ പേര് എഴുതിയെന്ന് പറഞ്ഞു, നിനക്ക് എന്നോട് ഫീലിങ്സ് ഒന്നും തോന്നുന്നില്ലല്ലോ, അതേപോലെയാണ് എനിക്ക് നിന്നോട് തോന്നിയ ഫീലിങ്സും, അതൊരിക്കലും ഈ ഡയറിയിൽ എഴുതിയതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതല്ല എന്ന് അവൻ പറയുന്നുണ്ട്. എന്തായാലും വേയുടെ അടുത്ത് ബവ ഉള്ള സമയത്ത് അവിടേക്ക് മിങ്ഷി എത്തുന്നുണ്ട്. അവിടെ വെച്ച് അവൻ അവളോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞു എന്ന് മാത്രമല്ല അവൻ പുരാതന കാലത്ത് നിന്ന് ടൈം ട്രാവൽ ചെയ്ത് വന്ന ഒരാളാണെങ്കിൽ പോലും തിരിച്ചു പോകാനായി അവൻ ആഗ്രഹിക്കുന്നില്ല, ബവോയുടെ കൂടെ ഇവിടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവളെ അവൻ പ്രപ്പോസ് ചെയ്യുമ്പോൾ ബവോയ്ക്ക് മിങ്ഷിയോട് തോന്നിയ ഇഷ്ടം പിന്തിരിപ്പിക്കാനായി എന്തൊക്കെ അവിടെ വേ പറഞ്ഞു അതിനൊക്കെ ഒരു ആൻസർ അവിടെ ലഭിക്കുന്നുണ്ട്. വേ ആകെപ്പാട് ഇനി തനിക്ക് ഒരു സ്കോപ്പും ഇല്ലാന്ന് മറ്റുള്ള നിരാശയോടെ അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഇവരുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഇവിടെ മുന്നോട്ട് പോകുമ്പോഴേക്കും ആക്ച്വലി മിങ്ഷി മാത്രമായിരുന്നില്ല ടൈം ട്രാവൽ ചെയ്ത് വന്നത്, അവനെ കൊല്ലാനായി നോക്കി അവന്റെ ചേട്ടനും ആ ഒരു സമയത്ത് ടൈം ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. മിങ്ഷി ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് വന്നതാണെന്ന കാര്യങ്ങൾ മിങ്ഷിയും വേയും ബവോയും തമ്മിലുള്ള സംസാരം മാറിയിരുന്ന് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ആ വില്ലനായ സെക്കൻഡ് ലീഡ് മനസ്സിലാക്കുകയും അയാൾ മിങ്ഷിയെ എങ്ങനെ അത് വെച്ച് തകർക്കാം എന്ന കാര്യം പ്ലാൻ ചെയ്യുമ്പോഴാണ് മിങ്ഷിയുടെ ചേട്ടനെ അയാൾ വളരെ യാദൃശികമായി കാണുന്നത്. തുടർന്ന് അയാളുടെ ഈ വേഷവിധാനങ്ങൾ കാണുമ്പോൾ ഇയാളും ടൈം ട്രാവൽ ചെയ്ത് വന്നതാണെന്ന് മനസ്സിലാക്കി അയാൾ ചേട്ടനോട് സംസാരിച്ച് അങ്ങനെ മിങ്ഷിക്കെതിരെ അവർ പ്ലാനിങ് ഇടുന്നു. ഇതിന്റെ ഇടയിൽ പലപ്പോഴും മിങ്ഷിയുടെ കൈയൊക്കെ പതിയെ ഡിസപ്പിയർ ആവാനേ തുടങ്ങുന്നുണ്ടായിരുന്നു. ഇനി അധികം നാളെ തനിക്ക് ഇവിടെ ഉണ്ടാവില്ലയോ എന്ന് അത് കണ്ട് അവന് ഭയങ്കര സങ്കടാവുന്നു. അവനത് ബവോ കാണാതിരിക്കാനായി മാക്സിമം ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളും അത് കാണുന്നുണ്ട്. അവൾക്കും പേടിയാവുന്നുണ്ട് ഇവനെ മിസ് ചെയ്യേണ്ടി വരുമോ എന്ന്. എന്തായാലും അതിന്റെ ഇടയിൽ മിങ്ഷിയെ അറ്റാക്ക് ചെയ്യാനായി പ്ലാൻ ഇട്ട് അവർ ഇരയാക്കുന്നത് ബവോയാണ്. ബവോയെ കടത്തിക്കൊണ്ടുപോയി അവനെ വിട്ടു കിട്ടണമെങ്കിൽ അങ്ങോട്ടേക്ക് എത്തണമെന്ന് പറഞ്ഞ് മിങ്ഷിയെ കോൺടാക്ട് ചെയ്യുന്നു. മിങ്ഷി ആ സമയം ബവോയെ കാണാതെ ബവോ ഇനി വേയുടെ അടുത്തുണ്ടാകുമോ, ജോലി സംബന്ധമായി എന്തെങ്കിലും സംസാരിക്കുമായിരിക്കും എന്നറിയാനായി വേയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്താണ് ഇങ്ങനെ കാര്യം അറിയുന്നത്. വേഗം തന്നെ അവർ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അങ്ങനെ അവിടെ എത്തി തന്റെ ചേട്ടനും എത്തിയിട്ടുണ്ടെന്ന് കാണുന്ന മിങ്ഷി ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇതേ ടീം വേയെ ആദ്യമേ അടിച്ച് ബോധം കെടുത്തുന്നു. അതിനുശേഷം ബവോയെ ഉപദ്രവിക്കുമെന്നും പറഞ്ഞ് മിങ്ഷിയെ മുട്ടുകുത്തിക്കുകയും അവനെ മാരകമായി ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഈ ഒരു കാഴ്ച കണ്ട് ബവോ അലറി കരയുമ്പോൾ ആ ശബ്ദം കേട്ട് വേ ഉണരുന്നുണ്ട്. വേ വേഗം തന്നെ ആ സെക്കൻഡ് ലീഡിനെ അടിച്ച് ബോധം കെടുത്തുന്നു. തനിക്ക് വേണ്ടി ഇവനെ ഉപദ്രവിക്കുന്ന കാഴ്ച കണ്ടു നിൽക്കാൻ മനസ്സിലാതെ ആ ബുക്കിൽ ഇവന്റെ പേരെഴുതിയ ഇവൻ തിരിച്ച് ടൈം ട്രാവൽ ചെയ്ത് പോകുമെന്ന് അറിയാവുന്ന അവൾ ആ ബുക്കിൽ മിങ്ഷി എന്ന പേര് എഴുതുന്നു. അവനാകട്ടെ അവൾ അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതേ ടീം അവരെ അറ്റാക്ക് ചെയ്യാനായി വീണ്ടും അവന്റെ ചേട്ടൻ വരുമ്പോ മിങ്ഷി അവന്റെ കയ്യിലെ വാളുകൊണ്ട് ചേട്ടനെ അറ്റാക്ക് ചെയ്യുമ്പോഴേക്കും ഇവർ അങ്ങനെ തിരിച്ച് ടൈം ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ മിങ്ഷി മറിഞ്ഞു പോയത് ബവോയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അവളാണ് അത് ചെയ്തതെങ്കിൽ പോലും എന്തായാലും അവളുടെ സങ്കടം കണ്ട് വേക്കും സങ്കടാവുന്നു. ഇതേ ടീം തന്റെ കാലഘട്ടത്തില് ഒരു ഉറക്കത്തിൽ നിന്ന് ഉണർന്ന കണക്ക് തിരിച്ചെത്തുകയാണ് മിങ്ഷി. ആദ്യം അവൻ ഇതൊക്കെ ഒരു സ്വപ്നമാണെന്ന് പോലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിലും ബവോയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോ അവന്റെ ഡ്രസ്സിൽ പോക്കറ്റിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴാണ് അതൊക്കെ റിയൽ ആയിരുന്നു, താൻ ടൈം ട്രാവൽ ശരിക്കും ചെയ്തു, അപ്പൊ താൻ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു എന്നതൊക്കെ അവന് വ്യക്തമാവുന്നത്. പക്ഷെ അടുത്ത ദിവസം ഉറക്കം എണ്ണിക്കുന്ന അവൾക്കാകട്ടെ ഈ നടന്നതൊക്കെ ഒരു സ്വപ്നം കണക്ക് തോന്നുന്നു. അവൾക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടെങ്കിലും ഇങ്ങനെ ഒരാൾ തന്റെ ലൈഫിൽ വന്നു പോയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ അവൾ വേയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ വേയൊന്നും അങ്ങനെ ഒരു കാര്യം ഇല്ലാത്ത കണക്കും ഇവളോട് ഒരു ഇഷ്ടമില്ലാത്ത കണക്കുമാണ് ഇപ്പൊ പെരുമാറുന്നത്. അപ്പോൾ ആ ടൈം ട്രാവലിന്റെ എഫക്റ്റും ആ ബുക്കിൽ എഴുതിയതിന്റെ എഫക്റ്റും ഒക്കെ ഇല്ലാണ്ടായിരിക്കുന്നു എന്നവൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും അവൾക്ക് മിങ്ഷിയെ മറക്കാനേ കഴിയുന്നില്ല. അങ്ങനെ വളരെ സങ്കടത്തിൽ അവൾ ഉള്ള
ആയിട്ടുള്ള സമയത്താണ് അവളുടെ ബർത്ത്ഡേ എത്തുന്നത്. ആ ഒരു ടൈം അവിടെ വെച്ച് അവൾക്ക് സർപ്രൈസ് നൽകിക്കൊണ്ട് മോഡേൺ കാലഘട്ടത്തിലേക്ക് തിരിച്ചെത്തിയ മിങ്ഷിയെ കാണിച്ചുകൊണ്ടും അവനെ കണ്ട് വളരെ ഹാപ്പിയായി നിൽക്കുന്ന ബവോയെ കാണിച്ചുകൊണ്ടുമാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.